ിൽ നിന്നും ഒരു വ്യത്യസ്തമായ നോമ്പുതുറ കാണാം. എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മയുടെ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി മക്കൾ ഒരുക്കിയ ഒരു സമൂഹ നോമ്പുതുറ. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശികളായ പ്രശാന്തും പ്രജീഷുമാണ് അമ്മ തങ്കയുടെ മരണാനന്തര ചടങ്ങിൽ നോമ്പുതുറ ഒരുക്കിയത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങുകാർക്ക് വർഷങ്ങളോളം വയറുനിറയെ അന്നമൂട്ടിയ ആളായിരുന്നു നടമുറി സ്വദേശി തങ്ക നടത്തിയ ചെറിയ ഹോട്ടലിൽ പണമില്ലാത്തവർക്ക് പോലും അവർ ആഹാരം പാചകം ചെയ്ത് കാത്തിരുന്നു. ഫെബ്രുവരി 10 തങ്ക അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണു മരിച്ചു. തങ്കയുടെ മരണാനന്തര ചടങ്ങുകൾക്കൊപ്പം നടത്തിയ അടിയന്തരത്തിൽ പങ്കുചേരാൻ പ്രശാന്തും പ്രജീഷും മുഴുവൻ സുഹൃത്തുക്കളെയും ക്ഷണിച്ചു. ഇതിന്റെ ഭാഗമായാണ് മുസ്ലിം മതവിശ്വാസികൾക്കായി നോമ്പുതുറ ഒരുക്കാൻ തീരുമാനിച്ചത്. പുതിയ കേരള സ്റ്റോറി ഇറങ്ങിയ ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്, ഒരുമിച്ച് സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പരസ്പരം സഹകരണത്തോടെ ജീവിക്കുന്നു എന്ന സന്ദേശം അമ്മ നിരന്തരം കൊണ്ടു നടന്നിരുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെയാണ് അമ്മ ഊണ് വിളമ്പിയിരുന്നത്. അത് തുടർന്നും കൊണ്ടുപോകണമെങ്കിൽ അമ്മയുടെ ആഗ്രഹം ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരത്തോടൊപ്പം നോമ്പുതുറ നടത്തുന്നത്. മതേതര മൂല്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിച്ച തങ്കയുടെ ഇഷ്ടമനുസരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുകയാണ് ചെയ്തത്. അമ്മയുടെ ആഗ്രഹപ്രകാരം എല്ലാവരെയും പങ്കെടുപ്പിച്ച് നോമ്പുതുറ കൂടി ഒരുക്കാൻ കഴിഞ്ഞതിൽ വലിയ ആശ്വാസമാണ് മക്കൾക്ക്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.